എല്ലാവർക്കും എൻലൈനിന്റെ മറ്റൊരു സെഷനിലോട്ട് സ്വാഗതം. എൻ്റെ പേര് മുഹമ്മദ് ഷഹീൽ എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു റാപ്പിഡ് റിവിഷൻ ഹോട്ട് ടോപ്പിക്സ് മെയിൻ ആയിട്ട് കവർ ചെയ്തുകൊണ്ട് ഒരു റാപ്പിഡ് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ രണ്ടാമത്തെ സെഷനിലോട്ടാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മാർച്ച് 13 ഓൺവാർഡ്സ് ആണ് നമ്മുടെ എക്സാമിന്റെ ഷെഡ്യൂൾ വന്നിരിക്കുന്നത്, അല്ലെ? അപ്പോൾ കഷ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർച്ച് 13 ഒരു ഡേറ്റ് ആക്കി വെക്കുകയാണെങ്കിൽ കഷ്ടി ഒരു 1.5 മാസത്തോളം മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ സമയമുള്ളത്. ഓക്കെ, അപ്പൊ ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ മാക്സിമം കവർ ചെയ്യാൻ നോക്കുക. ഈ അവസാന നിമിഷത്തിൽ ഒരിക്കലും ഈ മെയിൻ സോഴ്സ് ബുക്കുകളായിട്ടുള്ള ഇപ്പൊ ഉപീന്ദർ സിംഗ് ആയിരിക്കാം, അതല്ലെങ്കിൽ സ്പെക്ട്രം ആയിരിക്കാം, പ്ലാസി ടു പാർട്ടീഷൻ ആയിരിക്കാം, അങ്ങനെയായിട്ടുള്ള അത്യാവശ്യം വലിയ സോഴ്സ് ബുക്കുകൾ കവർ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. പകരം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തത് കൃത്യമായിട്ട് കേൾക്കുക. ഇതിന്റെ ഷോർട്ട് നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, അത് കൃത്യമായിട്ട് നോട്ട് വെക്കുക. പിന്നെ മോക്ക് ക്വസ്റ്റ്യൻസ്, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിലേക്ക് ഫോക്കസ് കൊടുക്കുക. ഏറ്റവും മുമ്പിൽ വെക്കേണ്ടത്, ഏറ്റവും ഫോർമോസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ PYQ. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ 2022, 2023, 2024 വർഷങ്ങളിൽ നടന്നിട്ടുള്ള CUT-ന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും, ഹിസ്റ്ററിയുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എടുത്തു വെക്കുക. അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. ഓക്കെ, അതായത് ഒരു ചോദ്യം ഒരു ഉത്തരം അങ്ങനെയല്ലാതെ ഒരു ചോദ്യം നോക്കുക, ആ ചോദ്യം ഏത് ഏരിയയിൽ നിന്നാണ് വന്നത് നോക്കുക. ഉദാഹരണത്തിനാണെങ്കിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് മദർലാൽ ദിഗ്ര 1909 കഴ്സൺ വെയിലിയെ വെടിവെച്ച് കൊന്നു. അതൊരു ഏരിയ ആണ്. ആ ഏരിയ ഇതിലാന്ന് വരുന്നത് കഴിഞ്ഞാൽ റെവല്യൂഷണറി മൂവ്മെന്റ്സ് എന്ന ഒരു ഏരിയയിൽ വരുന്നതാണ്. അപ്പൊ ആ ഏരിയ കവർ ചെയ്ത് പോവുക. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ, അതുപോലെ തന്നെ VD സാവർക്കർ, ബാലഗംഗാധര തിലക്, മൗലാന ആസാദ്, അങ്ങനത്തെ കുറച്ച് ആളുകളും ആ മെയിൻ ഇവന്റ്സും അവരുടെ വർഷവും ഡേറ്റ്സും കൃത്യമായിട്ട് പഠിച്ച് ആ ഒരു ഏരിയ കവർ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, PYQ ഞാൻ വീണ്ടും പറയുന്നു, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറ്റ്ലീസ്റ്റ് PYQ, അതിന്റെ സൊല്യൂഷൻസ്, അതുപോലെ തന്നെ അതിന്റെ ഓപ്ഷൻസിലൂടെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 3 തവണയെങ്കിലും കടന്നു പോയിരിക്കണം. ഓക്കെ, NTAയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിനായാലും CUT-ക്കായാലും കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഏരിയ മനസ്സിലാക്കിയിട്ടാണ് അവർ വീണ്ടും ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏരിയ മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് PYQ, അത് കഴിഞ്ഞാൽ റിവിഷൻ. ഓക്കെ, റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എത്രയൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും റിവൈസ് ചെയ്യാതെ ഒരു കാര്യവും എക്സാം ഹാളിൽ നമ്മുടെ മൈൻഡിലേക്ക് വരത്തില്ല. ഓക്കെ, അപ്പൊ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ റിവൈസ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ അവസാന ലാപ്പിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എനിവേ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടട്ടെ എന്നും നിങ്ങൾ വിചാരിച്ച യൂണിവേഴ്സിറ്റിയിൽ പോട്ടെ എന്നും ഞാൻ നിങ്ങളോട് ആശംസിക്കാണ്. ഇതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ നിർത്തിയെന്നാണ് ഷബീഹ പറഞ്ഞത്? മഹാജനപദാസോ? അവിടെ നമ്മള് അതായിരുന്നു തോന്നുന്നുണ്ട്. ഇത് കഴിഞ്ഞോ അതോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളായിരുന്നോ? സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ എന്താണ്? സ്റ്റാർട്ട് ചെയ്തിട്ടേ അല്ലേ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോ മഹാജനപദാസിന് ഇവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെ സർ. മഗധ എന്തായാലും ഓൾറെഡി താൻ കവർ ചെയ്ത ഒരു ഏരിയ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലേ? സർ, കവർ ചെയ്ത. റിവിഷനൊക്കെ കഴിഞ്ഞല്ലേ? സർ. ഓക്കെ, അപ്പൊ നമ്മൾ മഗധയിൽ വെച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. മഗധ Okay. മീൻസ് മെൻഷൻ ഇൻ അഥർവവേദ. അഥർവവേദത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു മഹാജനപദമാണ് മഗധ എന്ന് പറയുന്നത്. ഈ മഗധയുടെ ഇമ്പോർട്ടൻസും അത് എങ്ങനെയാണ് പ്രോമിനൻസിലേക്ക് വന്നതെന്നും അവിടുത്തെ പ്രധാനപ്പെട്ട ഡൈനാസ്റ്റികളെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, നിങ്ങൾ കടന്നു പോയിട്ടുള്ളതുമാണ്. ഓക്കെ, അപ്പോ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചമ്പ നദിക്ക് തീരത്താണ്. മഗധ ബിക്കെയിം എ സെന്റർ ഓഫ് ജൈനിസം. ഓക്കെ, ജൈനിസത്തിന് വളരെ ഇമ്പോർട്ടൻസ് നൽകിയിരുന്നു. അതുപോലെ തന്നെ ബുദ്ധിസത്തിനും അത് ഇമ്പോർട്ടൻസ് നൽകിയിരുന്നു. ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് രാജഗൃഹയിലാണ്. മഗധയുടെ ആദ്യത്തെ ക്യാപിറ്റലാണ് രാജഗൃഹ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, അല്ലെ? മഗധയിലെ ഒരു പ്രധാനപ്പെട്ട റൂളേഴ്സ് ആയിരുന്നു ബിംബിസാരയും അജാന്ത ശത്രുവൊക്കെ.
അജാന്തശത്രു ഫസ്റ്റ് പാട്രിസൈഡ് ഒക്കെ ചെയ്തിട്ട് അതായത് ബിംബിസാരയെ കൊന്നിട്ട് അധികാരത്തിൽ ഏറിയതാണെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ ഫോർ മഹാജനപദാസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് മഹാജനപദാസ് ഉണ്ടായിരുന്നു അല്ലെ? മഗധ, കോസല, അവന്തി ആൻഡ് വത്സ. ഇവരാണ് മറ്റ് 16 മഹാജനപദങ്ങളിലൊക്കെ പരാജയപ്പെടുത്തിയിട്ട് മുന്നോട്ട് വന്ന പവർഫുൾ ആയിട്ടുള്ള മഹാജനപദങ്ങൾ എന്ന് പറയുന്നത് ഈ 4 ഓക്കെ, ഈ 4 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മഗധ അവസാനത്തേക്ക് പിന്നെ മുന്നോട്ട് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഗധയുടെ പ്രധാനപ്പെട്ട വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള കുറച്ച് കാരണങ്ങളുണ്ട് അല്ലെ? ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. സബീഹ ഇത് സ്ലൈഡ് നോക്കാതെ എന്താണ് മഗധയുടെ ഇമ്പോർട്ടൻസിന്റെ കുറച്ച് കാരണങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അതില് മെയിൻ ആയിട്ട് പറഞ്ഞത് അയേണിന്റെ ഇതല്ലേ, അങ്ങനെ അയണിന്റെ ഒരു കണ്ടുപിടുത്തം അത് എങ്ങനെയാണ് അത് അയൺ യൂസ് അവരെ ചെയ്തിട്ട് ഹെൽപ്ഫുൾ ആക്കി ഉപയോഗിച്ചത്? അത് യൂസ് ചെയ്തിട്ട് ഒരു ടൂൾസ് ഉണ്ടാക്കി. അതുപോലെ ഫോറസ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് അവിടെ എന്താ പറയാ അഗ്രികൾച്ചർ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സബിഹ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഈ അയണിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി, അതായത് അയണിന്റെ ഒരുപാട് അവൈലബിലിറ്റി കാരണം ഇവര് വെപ്പൺസ് ഒക്കെ അയൺ കൊണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയ വെപ്പണും അയൺ കൊണ്ട് ഉണ്ടാക്കിയ വെപ്പണും ഏതാണ് കൂടുതൽ ഡ്യൂറബിലിറ്റി ഉണ്ടാവുക? അത് അയൺ കൊണ്ട് ഉണ്ടാക്കിയ വെപ്പൺസ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് യുദ്ധത്തിൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടുകയാണ്. അതുപോലെ തന്നെ ഈ ഫോറസ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്യാൻ ഈ അയണിന്റെ വെപ്പൺസും ടൂൾസും യൂസ് ചെയ്തുകൊണ്ട് ഈ ഹാർഡ് ആയിട്ടുള്ള മരങ്ങളും പാറകളും ഇതൊക്കെ വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോവാൻ അവരെ സഹായിച്ചു. അത് സ്വാഭാവികമായിട്ടും അവരെ ഈ ഒരു സ്ട്രാറ്റജിക് പൊസിഷനിലോട്ടൊക്കെ വരാൻ ഹെൽപ്ഫുൾ ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാരണം അവരുടെ ഈ ഒരു പാടലിപുത്ര എന്ന ക്യാപിറ്റൽ വെച്ചിട്ടൊരു പ്രധാന സംഭവം ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? അതിന്റെ ലൊക്കേഷൻ ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അത് ഭയങ്കര സേഫ് എന്നൊക്കെ പറയുന്നത് ചെയ്യുന്നു. കോൺ നദിക്ക് തീരത്താണ്. സ്വാഭാവികമായിട്ട് ഒരു സ്ട്രാറ്റജിക് പൊസിഷനിലായിരുന്നു ആ ഒരു സ്ഥലത്തിന്റെ സംഭവം കിടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റുള്ള എനിമീസ് ഒക്കെ ആക്രമിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ്. അത് അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ? പിന്നെ സ്വാഭാവികമായിട്ട് നദിക്ക് തീരത്താണ് ഇത് വന്നതെന്ന് പറഞ്ഞു. അപ്പോ അത് എന്തിനെ പരിപോഷിപ്പിക്കും കൂടുതലായിട്ട് സബിഹ? അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ കൂടാതെ, അഗ്രികൾച്ചർ ഓഫ് കോഴ്സ് ഉണ്ട്, അത് കൂടാതെ ഓഫ് കോഴ്സ് ട്രേഡ് എന്തല്ലേ? നദിക്കരികിലാണെങ്കിൽ സാധനങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടും ഇൻലാൻഡ് ട്രേഡ് ഒക്കെ അവരെ ഹെൽപ്ഫുൾ ചെയ്യും അല്ലെ? അപ്പൊ അതൊക്കെ ഇതിനെ ഉപകാരമാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ അവരുടെ പ്രധാനപ്പെട്ട ഒരു നികുതിയായിരുന്നു ബാഗ എന്ന് പറയുന്നത്. ബാഗ എത്രയായിരുന്നു? 1/6 ഓഫ് ദ പ്രൊഡ്യൂസ് അല്ലെ? അവരുടെ പ്രൊഡ്യൂസിനെ 6 ഭാഗമാക്കിയിട്ട് ഒരു ഭാഗം ബാഗയായിട്ട് സ്റ്റേറ്റിന് കൊടുക്കണം. ബാഗ എന്ന് ജനറലി പറയാറ് ഈ ലാൻഡ് ടാക്സിനെയാണ്. ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്കറിയാം ഡൈനാസ്റ്റികൾ പ്രധാനമായിട്ടും മഗധയിൽ ഉണ്ടായിരുന്ന ഡൈനാസ്റ്റികൾ ഏതൊക്കെയായിരുന്നു സബിഹ? ഒരു ക്വസ്റ്റ്യൻ ആൻസർ, തനിക്കൊരു റിവിഷൻ എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി, വിഷയമൊന്നുമില്ല. ഓക്കെ, ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഡൈനാസ്റ്റികൾ? ഹരിയങ്ക ഉണ്ടായിരുന്നു. ആ പിന്നെ ഹരിയങ്ക, നന്ദ ഡൈനാസ്റ്റി, ശിശുനാഗ, മൗര്യ. അതൊരു ഓർഡറിൽ പറയാം. ഓർഡറിൽ ഒരു ഹരിയങ്ക അത് കഴിഞ്ഞിട്ട് വരുന്ന ഡൈനാസ്റ്റി ഏതാ? ഹരിയങ്ക കഴിഞ്ഞിട്ട് ശിശുനാഗ. പറ, ഞാൻ കാണിച്ചു, സ്ലൈഡിൽ ഞാൻ കാണിച്ചു. ഹരിയങ്ക കഴിഞ്ഞിട്ട് ശിശുനാഗ വരുന്നു. ശിശുനാഗ കഴിഞ്ഞിട്ട് നന്ദ ഡൈനാസ്റ്റി. നന്ദ ഡൈനാസ്റ്റി വരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അശോകനും മറ്റുള്ള ആളുകളൊക്കെ വരുന്നത്. അപ്പൊ ഹര്യങ്ക ഡൈനാസ്റ്റി. ഓക്കെ, ഹര്യങ്ക ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട റൂളർ ആയിരുന്നു ബിംബിസാര എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ബിംബിസാര കണ്ടംപററി ഓഫ് ബുദ്ധ. പഠിച്ച കാര്യങ്ങൾ ഈ റിവിഷൻ നമുക്ക് അറിയാത്ത കാര്യങ്ങളല്ല. ഇത് റിവിഷന്റെ ലാക്ക് അല്ലെങ്കിൽ റിവിഷന്റെ കുറവ് കാരണം നമുക്ക് ഓർമ്മയിൽ നിൽക്കാത്തതാണ്. അപ്പൊ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ക്ലാസ് കേൾക്കുന്ന ആളുകളും സെബിഹയും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോ ഈ ബിംബിസാര എന്ന് പറയുന്നത് കണ്ടംപററി ഓഫ് ദ ബുദ്ധയാണ്. അതുപോലെ തന്നെ അദ്ദേഹം മഹാവീരനെയും അഡ്മിറർ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ആയിരുന്നു രാജഗൃഹ, അതല്ലെങ്കിൽ ഗിരിവ്രജ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് പ്രധാനമായിട്ടും 3 വൈഫുകളാണ് ഉണ്ടായിരുന്നത്. കോസലദേവി, ചെല്ലാന ആൻഡ് കേമ എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട വൈഫുകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ബിംബിസാരയെ വിളിച്ചിരുന്ന മറ്റൊരു പേരാണ് ശ്രേണിയ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ബിംബിസാരയുടെ മറ്റൊരു പേരായിരുന്നു ശ്രേണിയ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്ലൈഡ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ ജസ്റ്റ് ഒന്ന് റാപ്പിഡ് റിവിഷൻ ആയിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. ഈ ബിംബിസാരയുടെ മകനായിരുന്നു ഈ അജാതശത്രു എന്ന് പറയുന്നത്. ബിംബിസാരക്കും അദ്ദേഹത്തിന്റെ മറ്റൊരു വൈഫായിട്ടുള്ള ചെല്ലാനക്കും ഉണ്ടായിട്ടുള്ള ഒരു കുട്ടിയാണ് അജാതശത്രു എന്ന് പറയുന്നത്.
ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹം സ്വന്തം അച്ഛനെ കൊന്നിട്ടാണ് അധികാരത്തിൽ ഏറിയത്. ഓക്കെ. ഫോളോവർ ഓഫ് ബുദ്ധിസം, അദ്ദേഹം ബുദ്ധിസത്തിന്റെ ഫോളോവർ ആയിരുന്നു. ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസില് അദ്ദേഹം രാജഗൃഹത്തിൽ വിളിച്ച് ചേർത്തിട്ടുണ്ട്. ഓക്കെ. അദ്ദേഹം കോസല, കാശി ഇതിനെയൊക്കെ ആക്രമിച്ചിട്ട് കീഴടക്കിയിട്ടുണ്ട്. ഹി യൂസ്ഡ് എ വാർ എൻജിൻ ടു ത്രോ സ്റ്റോൺസ് അറ്റ് മഹാശിലാകാന്തക ആൻഡ് ചാരിയറ്റ് വിത്ത് മെയ്സ് ഫോർ ദ മാസ് കില്ലിംഗ് ഓഫ് രഥമൂസല. ഓക്കെ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം രണ്ട് സംഭവങ്ങൾ പ്രധാനമായിട്ടും വാറിൽ യൂസ് ചെയ്തിരുന്നു. ഒന്ന് ചാരിയറ്റ് വിത്ത് മെയ്സ്, ഒരു ചാരിയറ്റ് അല്ലെങ്കിൽ രഥത്തുമേ അദ്ദേഹം ഈ മുന്നിൽ നിങ്ങൾ ബാഹുബലി സിനിമയിൽ കണ്ടിട്ടുണ്ടാവും, പൽവാൾ ദേവൻ യൂസ് ചെയ്യുന്ന ഒരു തരം വെപ്പൺ അല്ലെ, കണ്ടിട്ടില്ലേ സെബിയ? ആ മൂവി കണ്ടിട്ടില്ലേ? ഏത് സർ? ബാഹുബലി ഫസ്റ്റില് ആ യുദ്ധ സമയത്ത് പൽവാൾ ദേവൻ, ആ വില്ലൻ ഉണ്ടല്ലോ, ആ ആ ആ അദ്ദേഹം ഒരു ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു വെപ്പൺ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു രഥത്തിന്റെ മുന്നിൽ ഒരു തരം കറങ്ങുന്ന ഒരു സാധനം, സുദർശന ചക്രം ആ മാതിരി സാധനം യൂസ് ചെയ്തിട്ട് ഓക്കെ ഓക്കെ. ആ സാധനത്തെയാണ് ചാരിയറ്റ് വിത്ത് മെയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു വെപ്പൺ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ കറ്റാപ്പൾട്ട്, അതിൽ ബാഹുബലി യൂസ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അതായത് ഒരു സാധനത്തിന് ഒരു കല്ല്, ഉരുണ്ട കല്ല് കയറ്റി എന്നിട്ട് അത് അങ്ങോട്ട് വെട്ടുമ്പോൾ മുന്നോട്ട് പോകുന്ന ഒരു കറ്റാപ്പൾട്ട് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയാം. ആ സാധനവും അജാതശത്രു വാറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കിയാൽ. ഓക്കെ. The ruler of Avanti tried to invade Magadha, so Ajatashatru began the fortification of Rajagriha. Rajagriha കോട്ട കെട്ടി സംരക്ഷിക്കാൻ അജാതശത്രു തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ അടുത്തൊരാൾ വരുന്നത് ഉദയനെയാണ്. ഉദയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അജാതശത്രുവിന്റെ സമയത്തും ബിംബിസാരുടെ സമയത്തും ക്യാപിറ്റൽ എന്ന് പറയുന്നത് രാജഗൃഹയാണ്. ഈ ക്യാപിറ്റലിനെ പാടലിപുത്രയിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ പാറ്റ്നയിലേക്ക് മാറ്റിയ വ്യക്തിയാണ് ഉദയന എന്ന് പറയുന്ന വ്യക്തി. Okay, he built the fort upon the confluence of the river Ganga and Son at Padaliputra. He defeated Palaga, the king of Avanti. Udayan was assassinated by his son Anuruddha, who succeeded him as a monarch, succeeded by Munda. Nagadashaka was the last ruler of Atenga dynasty. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞു ബിംബിസാര, അജാതശത്രു, അജാതശത്രുവിന് ശേഷം അജാതശത്രുവിനെ കൊന്നിട്ടാണ് ഈ ഉദയന എന്ന വ്യക്തി അധികാരത്തിലേറുന്നത്. ഈ ഉദയനക്ക് ശേഷം വരുന്ന വ്യക്തിയാണ് അനിരുദ്ധ. അനിരുദ്ധക്ക് ശേഷം വരുന്ന വ്യക്തിയാണ് മുണ്ട. ഈ മുണ്ടക്ക് ശേഷം വരുന്ന അവസാനത്തെ ഹര്യങ്ക ഡൈനാസ്റ്റി റൂളറാണ് നാഗദശക എന്ന് പറയുന്നത്. ഈ നാഗദശകയെ അദ്ദേഹത്തിന് മിനിസ്റ്റർ ആയിട്ടുള്ള ശിശുനാഗ കൊന്നിട്ടാണ് ശിശുനാഗ ഡൈനാസ്റ്റി മഗധയിൽ സ്ഥാപിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ആ സർ. ഓക്കെ ഓക്കെ, ഇത് റാപ്പിഡ് റിവിഷൻ ആണ്, അത് ഓർത്തു വെക്കുക. ഓക്കെ, ഞാൻ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കുകയല്ല, പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ നാഗദശക, ഓക്കെ, നാഗദശക കൊന്നിട്ടാണ് ശിശുനാഗ ഡൈനാസ്റ്റി അധികാരത്തിലേറിയതെന്ന് പറഞ്ഞു. ഈ ശിശുനാഗ എന്ന് പറയുന്നത് നാഗദശകയുടെ ഒരു മിനിസ്റ്റർ ആയിരുന്നു. ഓക്കെ. ഈ വാസ് ദ വൈസ്രോയി ഓഫ് കാശി. ഓക്കെ, ഈ ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ശിശുനാഗ എന്ന വ്യക്തി അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം കാശിയിലെ വൈസ്രോയി ആയിരുന്നു. ആരുടെ സമയത്ത്? നാഗദശകയുടെ സമയത്ത് എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ വീണ്ടും ഗിരിവ്രജയിലേക്ക് മാറ്റുന്നുണ്ട്. ഓക്കെ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അച്ചീവ്മെന്റ് ഓഫ് ദ ശിശുനാഗ വാസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ പവർ ഓഫ് അവന്തി വിത്ത് ഇറ്റ്സ് ക്യാപിറ്റൽ അറ്റ് ഉജ്ജയിൻ. ഈ അവന്തിയുമായിട്ട് ഒരുപാട് കാലത്തെ പ്രശ്നങ്ങൾ ഈ മഗധക്കാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കംപ്ലീറ്റ്ലി അവന്തിയെ പരാജയപ്പെടുത്തുന്ന റൂളറാണ് ശിശുനാഗ എന്ന് പറയുന്നത്. ഓക്കെ, ഇതോടുകൂടി ഏകദേശം 100ഓളം വർഷം ഉണ്ടായിരുന്ന ഒരു റൈവൽറി, അവർ തമ്മിലുണ്ടായിരുന്ന ഈ മഗധയും അവന്തിയും തമ്മിലുണ്ടായിരുന്ന റൈവൽറിക്ക് ഒരു അവസാനം വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്? വൈശാലിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും പാടലിപുത്രയിലേക്ക് തന്നെ ഷിഫ്റ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെയാണ് കാലശോക. ഈ ശിശുനാഗ ഡൈനാസ്റ്റിയിലെ ഫസ്റ്റ് റൂളർ ശിശുനാഗ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വരുന്ന റൂളറാണ് കാലശോക. ഓക്കെ, ഈ കാലശോകയെ വിളിച്ചിരുന്ന മറ്റൊരു പേരായിരുന്നു കാകവർണ്ണ. അത് രണ്ടും ഓർത്തു വെക്കുക. ഓക്കെ, കാകവർണ്ണ, കാലശോക. ഇദ്ദേഹമാണ് ഈ വൈശാലിയിലേക്ക് മാറ്റിയിട്ടുള്ള ക്യാപിറ്റൽ പിന്നീട് വീണ്ടും പാടലിപുത്രയിലേക്ക് മാറ്റുന്നത്. ഈ കാലശേഖയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇദ്ദേഹമാണ് സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ വൈശാലിയിൽ വെച്ചിട്ട് കൂടുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ ആരാണ് വിളിച്ചു ചേർത്തത്? സബിഹ, ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ ആരാ വിളിച്ചു ചേർത്തത്? ഫസ്റ്റ് അജാതശത്രു. പറയുന്ന കാര്യം ശരിയാണ്, കൺഫ്യൂസ് ആവണ്ട. ഓക്കെ, ഈ കൺഫ്യൂഷന്റെ മെയിൻ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴും ഇതേ അവസ്ഥ ആയിരിക്കും, ഇതേ സിറ്റുവേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഓപ്ഷനിൽ അജാതശത്രു വരും, ബിംബിസാര വരും, ഉദയന വരും, കാലശോക വരും. അപ്പൊ ഫസ്റ്റ് കൗൺസിലാണോ സെക്കൻഡ് കൗൺസിലാണോ അങ്ങനെ കൺഫ്യൂഷനും. അപ്പൊ അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത്, ഏറ്റവും
നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിവിഷൻ തന്നെയാണ്. കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഈ MCQ ടൈപ്പിന്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ആണ്. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, ഒരു ഓപ്ഷനിൽ ആ ഉത്തരവ് ഉണ്ടാവും, പക്ഷെ നമ്മൾ ഒരു ഒന്നോ രണ്ടോ ഓപ്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിച്ചുകൊണ്ടേയിരിക്കും. ഫസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ ഏറ്റവും ആദ്യം വരുന്ന ഉത്തരം ഏതാണ്, അതായിരിക്കും ഒരു 80% ആവാൻ ചാൻസ് ഉള്ള ഉത്തരം. ഓക്കെ, നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒരു രണ്ടോ മൂന്നോ, അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ തവണ ഒക്കെ വായിക്കാം. അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഇപ്പോ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ ആരാണ് വിളിച്ചു ചേർത്തത്? 4 ഓപ്ഷൻ നിങ്ങൾക്ക് തരുന്നു: ബിംബിസാര, കാലശോക, അജാന്തശത്രു ആൻഡ് ഉദയനം. ഫസ്റ്റ് റീഡിംഗ് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ മൈൻഡിലേക്ക് വന്ന ഉത്തരം എന്ന് പറയുന്നത് അജാന്തശത്രു ആണ്. ഓക്കെ, അപ്പൊ അതാകാനാണ് ചാൻസ്. പക്ഷെ നിങ്ങൾ ഇനിയിപ്പോ അതാണോ ഒന്നും കൂടി വായിച്ചു നോക്കാന്ന് ചോദിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു, രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നത് ബിംബിസാരയാണ്. അവര് നിങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ഒരു 80% ചാൻസ് ഫസ്റ്റ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മൈൻഡിലേക്ക് ഏതാണോ വരുന്നത് അതാകാനാണ് ചാൻസ്. അറിയുന്ന ചോദ്യം വീണ്ടും വീണ്ടും വായിച്ചിട്ട് കൺഫ്യൂഷൻ ആകാതിരിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ ഷബീഹ? ആ സർ, ഓക്കെ. അപ്പൊ മാക്സിമം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ വായിക്കുന്ന കാര്യങ്ങൾ തന്നെ ഫോക്കസ് ചെയ്യാൻ നോക്കുക. അറിയാത്ത ചോദ്യം, ഓക്കെ, എന്ത് ചോദിച്ചോ? ഇല്ല സർ. ഓക്കെ, അറിയാത്ത ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് രണ്ടോ തവണ വായിച്ച് ചോദ്യം മനസ്സിലാകാത്തതാണെങ്കിൽ ഓക്കെ, അതായത് ഉത്തരത്തിൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അപ്പൊ തീരെ അറിയാത്ത ക്വസ്റ്റ്യൻ ഒഴിവാക്കി വിടുന്നതായിരിക്കും ബുദ്ധി. നിങ്ങൾക്ക് 50-50 ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, അതായത് ഓപ്ഷനിൽ 2 തെറ്റാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്, ഏതെങ്കിലും 4 2 ഏതെങ്കിലും ഒന്നാണ് ശരിയെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഒരു 50-50 ചാൻസ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോ ഈ കാലശോകയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ അദ്ദേഹം വൈശാലിയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. കാലശോക അല്ലെങ്കിൽ കാക്കവർണ്ണ, അദ്ദേഹം ഏത് ഡൈനാസ്റ്റിയിൽപ്പെട്ട വ്യക്തിയാണ്? ശിശുനാഗ ഡൈനാസ്റ്റിയിൽപ്പെട്ട വ്യക്തിയാണ്. പിന്നെ വരുന്നത് നന്ദ ഡൈനാസ്റ്റി. നന്ദ ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നത് ആരാന്ന് വെച്ചാൽ മഹാപത്മ നന്ദയാണ്. ഓക്കെ, ഈ ആസ് പെർ ദ ജെയിൻ ടെക്സ്റ്റസ് ആൻഡ് ഗ്രീക്ക് റൈറ്റർ, ഹി വാസ് ദ സൺ ഓഫ് എ ബാർബർ ആൻഡ് കോർട്ടീഷ്യൻ. ഓക്കെ, അദ്ദേഹം ഒരു ശൂദ്ര അതല്ലെങ്കിൽ താഴ്ന്ന ക്ലാസ്സിൽപ്പെട്ട വ്യക്തിയാണെന്നാണ് പല ഹിസ്റ്റോറിയൻസിന്റെ അല്ലെങ്കിൽ സ്കോളേഴ്സിന്റെ അഭിപ്രായത്തിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ ഈ നന്ദാസിനെ വിളിച്ചിരുന്നത് അന്തകുല എന്നാണ്, അൺനോൺ ലീനിയേജ്. അതായത് അവരുടെ ലീനിയേജ് ആർക്കും അറിയില്ല എന്നാണ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റസ് ഡിസ്ക്രൈബ് ചെയ്തത്. ഓക്കെ, ഹി ആഡഡ് കലിംഗ ടു മഗധ. ഈ കലിംഗയെ അദ്ദേഹം ആക്രമിക്കുന്നുണ്ട്. ഹി ആൾസോ അക്വയർഡ് കോസല വിച്ച് ഹാഡ് പ്രോബബ്ലി റെബൽഡ് അഗെയിൻസ്റ്റ് ഹിം. ഹി ആൾസോ കാൾഡ് സർവക്ഷത്രിയാന്തക. ഓക്കെ, അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഈ സർവക്ഷത്രിയാന്തക, ഏകരാധ എന്നൊക്കെ പറയുന്നത് ടൈറ്റിൽസ് സ്വീകരിച്ച മഗധയിലെ കിങ് ഏതാന്ന് ചോദിച്ചാൽ മഹാപത്മനന്ദയാണെന്നും ജസ്റ്റ് ഓർത്തു വെക്കുക. ഓക്കെ, ഏതൊക്കെയാണ്? സർവക്ഷത്രിയാന്തക, ഏകരാധ്, ഏകഛത്ര എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തെയാണ്. ആൾസോ കാൾഡ് ഉഗ്രസേന ഇൻ പാലി ടെക്സ്റ്റസ്. ഓക്കെ, അപ്പോ മഹാപത്മനന്ദയെ ഉഗ്രസേന എന്ന് മെൻഷൻ ചെയ്തത് ഏത് ടെക്സ്റ്റുകളിലാണെന്ന് ചോദിച്ചാൽ പാലി ടെക്സ്റ്റുകളാണെന്നും ജസ്റ്റ് ഓർത്തു വെക്കുക. അദ്ദേഹത്തിന് ശേഷം അല്ലെങ്കിൽ നന്ദ ഡൈനാസ്റ്റിയിൽ കുറച്ച് റൂളേഴ്സ് ഒക്കെ വരുന്നുണ്ട്, നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. അവസാനത്തെ റൂളർ ഇമ്പോർട്ടന്റ് ആണ്, അതിനെയാണ് ധനനന്ദ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ധനനന്ദയെ തന്നെ വിളിക്കുന്ന മറ്റൊരു ഈ ഗ്രീക്കുകാർ വിളിച്ചിരുന്ന ഒരു പേരാണ് അഗ്രമേസ് അല്ലെങ്കിൽ സാന്ദ്രമേസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഈ അഗ്രമേസ്, സാന്ദ്രമേസ്, ധനനന്ദ എന്നൊക്കെ പറയുന്നത് ഒരാൾ തന്നെയാണെന്നും ഓർത്തു വെക്കുക. ധനനന്ദക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് വലിയൊരു ആർമി, അതായത് ഈ 2 ലക്ഷം ഇൻഫാൻട്രി, 20,000 കാവലറി, 3,000 എലിഫന്റ്സ്, 2,000 ചാരിയറ്റ്സ് എന്നൊക്കെ പറയുന്ന ലാർജ് ആർമി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, ഹി ബിക്കെയിം അൺപോപ്പുലർ വിത്ത് ഹിസ് സബ്ജക്ട് ഓയിങ് ടു ആൻ ഒപ്രസീവ് വേ ഓഫ് എക്സ്റ്റോർട്ടിംഗ് ടാക്സസ്. ആ ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഈ നന്ദ ഡൈനാസ്റ്റിയിലെ ഒരു അൺപോപ്പുലർ ആയിട്ടുള്ള റൂളർ ആരായെന്ന് ചോദിച്ചാൽ അത് ധനനന്ദയാണ്. ഓക്കെ, ഈ ധനനന്ദയെ ഈ നാട്ടുകാരുടെ അല്ലെങ്കിൽ പോപ്പുലറിന്റെ സഹായത്തോടു കൂടിയാണ് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ ധനനന്ദയെ പരാജയപ്പെടുത്തിയിട്ട് ചന്ദ്രഗുപ്ത മൗര്യ അദ്ദേഹത്തിന്റെ എന്താണ് മെന്റർ എന്നൊക്കെ പറയുന്ന ചാണക്യയുടെ സഹായത്തോടു കൂടി ആക്രമിച്ച് കീഴടക്കുന്നത്. എന്നിട്ടാണ് മൗര്യ എംപയർ സ്ഥാപിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, ധനനന്ദയെ പരാജയപ്പെടുത്തിയിട്ട്, അവസാന നന്ദ റൂളർ ആയിട്ടുള്ള ധനനന്ദയെ പരാജയപ്പെടുത്തിയിട്ടാണ് മൗര്യൻ എംപയർ സ്ഥാപിക്കുന്നത്. ഓക്കെ, ആൾസോ പോസ്റ്റ് അലക്സാണ്ടർ ഇൻവേഷൻ നോർത്ത് ഇന്ത്യ. അലക്സാണ്ടറിന്റെ ഇൻവേഷൻ എന്നായിരുന്നു? ഇന്ത്യ അലക്സാണ്ടർ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ബാറ്റിൽ ഓഫ് ഹൈഡാസ്പിസും ബാറ്റിൽ ഓഫ് പോറസുമായിട്ടുള്ള യുദ്ധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? അപ്പോ ഏതെന്നാ നടന്നത്? റഫ് ഡേറ്റ് എന്നാണ്? 321 BC. 320? അത് അല്ല, ഇത് നോക്കിയിട്ട് പറഞ്ഞതല്ലേ? അല്ല, പടച്ചോനല്ല. 121 ആണോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ.
ഒന്നുകൂടെ ഓർമ്മ കിട്ടിയാ? നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. ഞാൻ മൈക്കോണാക്കി പറഞ്ഞ വിഷയമൊന്നുമില്ല. 305 305 അത്രക്കൊന്നും പോയല്ലോ. അലക്സാണ്ടർ ഇൻവേഡഡ് ഇന്ത്യ ഇൻ എന്താണ്? ഒന്ന് ഓർത്ത് വയ്ക്കേ, കിട്ടും. അലക്സാണ്ടർ അതന്നല്ലേ 321 അല്ല? 321 അത് ഞാൻ ഉറപ്പ് തരുന്നു. 326 ആ അതെവിടുന്നപ്പോ കിട്ടിയത്? ഞാൻ ആലോചിച്ചതാ. അപ്പൊ നല്ലോണം ആലോചിക്കണം എക്സാം ആളിട്ടാ. ഓക്കെ, 321 എന്തേലും അപ്പൊ 321 എന്താ ഇതിൽ കൊടുത്തിരിക്കുന്നത്? ചന്ദ്രഗുപ്ത വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഇന്റലിജന്റ് ആൻഡ് പൊളിറ്റിക്കലി അസ്റ്റ്യൂട്ട് ബ്രാഹ്മിൻ കൗഡില്യ ഓക്കെ. usurped the throne by defeating ധനധന്ന in 321. ബി സിയുടെയും ഈ എ ഡിയുടെയും അല്ലെങ്കിൽ ബി സിഇ എന്നിന്റെ പ്രത്യേകത അറിയില്ലേ? ബി സി ഇങ്ങനെ കുറഞ്ഞേ വരിക. അത് ആദ്യം നടന്ന വർഷം. 321 പറഞ്ഞാൽ ആദ്യം നടന്നതാണ്. 326 എന്ന് പറഞ്ഞാൽ പിന്നീട് നടന്നതാണ്. സോറി, 326 എന്ന് പറഞ്ഞാൽ ആദ്യം നടന്നതാണ്. 321 പിന്നീട് അതിങ്ങനെ കുറഞ്ഞു വരും. 300, അതെ 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 200, 100 അങ്ങനെ കുറഞ്ഞു വരും. സിഇ ഇങ്ങനെ കൂടി വരും അല്ലെ? യെസ്. 321 ധനനന്ദ പരാജയപ്പെടുത്തിയിട്ട് ചന്ദ്രഗുപ്ത മൗര്യ ഈ മൗര്യൻ റൂള് സ്ഥാപിക്കുന്നത്. അപ്പൊ അലക്സാണ്ടർ ഓക്കെ. ഈ നോർത്ത് ഇന്ത്യയിൽ ബാറ്റിൽ ഓഫ് ഹൈഡാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത് 326 ബി സിയിലാണ്. അത് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. 326 അല്ലെങ്കിൽ 325 ബി സിയിലാണെന്നാണ് പറയപ്പെടാറ്. ഓക്കെ, ഓക്കെ ആ സർ. കാര്യം മനസ്സിൽ കൃത്യമായിട്ട് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ക്രോണോളജിക്കലി, അത് CUT അധികം കണ്ടിട്ടില്ല, നെറ്റിൽ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത ഈ ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് അശോകന്റെ ഊസർപേഷൻ അതുപോലെ തന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്ത്, അതായത് അടുത്തടുത്ത് ഡേറ്റ് ഉള്ള പല കാര്യങ്ങളും തൊട്ടടുത്ത് കൊടുക്കും. 326 ബി സി, 321 ബി സി, അതായത് പിന്നെ അലക്സാണ്ടർ കലിംഗ കീഴടക്കുന്ന വർഷം എന്നറിയോ? 61 അല്ലേ സർ? 261. ഇങ്ങനെ ഓക്കെ. തൊട്ടടുത്ത് കൊടുക്കുന്ന ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ തന്നിട്ട് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ പറയാറുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് അതുപോലെ തന്നെ കലിംഗ വാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായി ഡേറ്റ് വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോ ഗ്രീക്കുകാർ സമയത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ അലക്സാണ്ടറുടെ ഇൻവേഷനോട് കൂടിയാണ് ഇന്ത്യയിലേക്ക് ഗ്രീക്കുകാർ വരുന്നതും പിന്നെ അദ്ദേഹത്തിന്റെ 4 ജനറലൈസ് നോർത്ത് ഇന്ത്യയിൽ സെറ്റിൽ ചെയ്തതും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഡോ ഗ്രീക്സ് പഠിച്ചതാണ്. Okay, but some of the regions came under the rule of Seleucid dynasty founded by Seleucus Nicator. Seleucus Nicator ആരായിരുന്നു? അലക്സാണ്ടറിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന ഒരു ജനറൽ ആയിരുന്നു അല്ലെ? അതുപോലെ തന്നെ 4 ജനറൽസ് ടോട്ടൽ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സെലൂക്കാസ് നിക്കേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചന്ദ്രഗുപ്ത മൗര്യന്റെ കോർട്ടിലേക്ക് ഒരാളെ പറഞ്ഞയക്കുന്നുണ്ട്. അതാരായിരുന്നു? മെഗസ്തനീസ്. അദ്ദേഹത്തിന്റെ വർക്ക് ഏതായിരുന്നു? ഇൻഡിക്ക. അപ്പോ ദ സോഴ്സസ് ഓഫ് ദ മൗര്യൻ പീരീഡ്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അർത്ഥശാസ്ത്ര ഓഫ് കൗഡില്യാണ് അല്ലെങ്കിൽ ചാണക്യാണ് അർത്ഥശാസ്ത്ര എഴുതി നമുക്കറിയാം. ഇൻഡിക്ക ഓഫ് മെഗസ്തനീസ് ആണ് ഇൻഡിക്ക എഴുതിയത്. മൂത്രരാക്ഷസ ഓഫ് വിശാഖദത്ത. അപ്പൊ അങ്ങനത്തെ കുറച്ച് വർക്കുകൾ ഉണ്ടാവും. അപ്പൊ അത് ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ പറയുന്നു, സബീഹ, ഇപ്പോ നിങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ ക്ലാസ്സിൽ. അപ്പൊ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ അത് അവിടെയും ഇവിടെയും ആയിട്ടുണ്ട്. അപ്പൊ അത് ഓരോ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോഴും അതിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത്. ഇപ്പൊ ഇതെല്ലാം കൂടി ഒരുമിച്ച് കിട്ടാൻ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞത് ദ സോഴ്സസ് ഓഫ് ദ മൗര്യൻ പീരീഡ് അല്ലെങ്കിൽ ദ സോഴ്സസ് ഓഫ് ആൻഷ്യൻ ഇന്ത്യ ഇൻ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ChatGPT-ലോ അല്ലെങ്കിൽ ഡീപ് സീക്കിലോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലോ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരുപാട് ഡേറ്റുകൾ ഇട്ടിട്ട് കൃത്യമായിട്ട് പുസ്തകങ്ങൾ തരും അല്ലെ? അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം പലപ്പോഴും പുസ്തകങ്ങൾ പ്രധാനപ്പെട്ട മുദ്രരാക്ഷസ വിശാഖദത്ത, മിലിൻഡ പാൻകോ, അതുപോലെ തന്നെ ആൻഷ്യന്റ് ഇന്ത്യയിൽ കുറച്ച് പ്രധാനപ്പെട്ട വർക്ക്സും കാര്യങ്ങളൊക്കെ ഈ ക്രോണോളജിക്കൽ ഓർഡറിൽ ആക്കാൻ പറയാറുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോകുന്നത് നന്നാവും. ഓക്കെ, ഇപ്പൊ മുദ്രരാക്ഷസ എഴുതിയത് വിശാഖദത്തയാണ്. ജൂനഗഡ് ഇൻസ്ക്രിപ്ഷൻ അത് എഴുതി തയ്യാറാക്കിയ വ്യക്തി രുദ്രദാമനാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഹേമചന്ദ്ര എന്ന ആളുടെ വർക്കാണ് പരിഷ്ട പർവൻ. ഓക്കെ, പിന്നെ ബാണഭട്ടന്റെ പ്രധാനപ്പെട്ട വർക്ക് പറഞ്ഞേ ബാണഭട്ടന്റെ പ്രധാനപ്പെട്ട ഒരു വർക്ക് ഉണ്ടല്ലേ? ഏതായിരുന്നു? കൽഹണന്റെ ഒരു പ്രധാനപ്പെട്ട വർക്ക് ഉണ്ടല്ലോ. കശ്മീരിന്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ട് അതന്നെ. ബുക്കിന്റെ പേരറിയും? കൺഫ്യൂഷൻ ആയില്ലേ? രാജതരംഗിണി. ഇതൊന്നും ഓർമ്മ അറിയാം. അറിയാം, റിവൈസ് ചെയ്യണം. ഓക്കെ, അപ്പോ
പിന്നെ ഓക്കെ. MCQ നമുക്ക് ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നതും ഇതാണ്. ഇൻ കേസ് നമ്മുടെ മൈൻഡിൽ ആ ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ അത് തെളിഞ്ഞു വരും. ഓക്കെ, അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇപ്പൊ ഡിസ്ക്രിപ്റ്റീവിലാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും പിന്നെ അത് കിട്ടില്ല. നമ്മൾ ആ ഫ്യൂ സെക്കൻഡിൽ നമുക്ക് ഓർമ്മയിൽ വന്നാ വന്നു, പിന്നെ നമ്മൾ ഇങ്ങനെ കിടന്ന് സമയം കളയാന്നല്ലാതെ നമ്മുടെ മൈൻഡിലേക്ക് വരില്ല. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ MCQ ആണ്, അപ്പൊ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് അറിയും, അതായത് ഇപ്പൊ തനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയും. കാശ്മീരിനെ കുറിച്ചിട്ടാണ്, അതുപോലെ തന്നെ വേവ്സ്, തരംഗിണി എന്ന് പറഞ്ഞാൽ വേവ്സ്, അതായത് ഓരോ റൂളേഴ്സിന്റെ ക്രൊണോളജിക്കൽ, കാശ്മീരിലുള്ള റൂളേഴ്സിന്റെ ക്രൊണോളജിക്കൽ ഓർഡറിലാണ് എഴുതിയെന്നൊക്കെ നമുക്ക് അറിയും. അപ്പൊ നമുക്ക് ചില കാര്യങ്ങളൊക്കെ കത്തും. എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ആളെ പേര് കേൾക്കുമ്പോൾ തന്നെ മൈൻഡിൽ ആ സാധനം കത്തണം. ആ രീതിയിൽ റിവൈസ് ചെയ്ത് സെറ്റാക്കി വെക്കുക. റിവിഷൻ ഇമ്പോർട്ടന്റ് ആണ്. സബീഹ, ഞാനൊരു സജഷൻ ആയിട്ട് പറയാണ്, മാക്സിമം റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ഓക്കെ അപ്പോ സർ. ബാണഭട്ടയുടെ കൽഹണന്റെയാണ് രാജതരംഗിണി നമ്മൾ പറഞ്ഞു. അപ്പൊ ബാണഭട്ടയുടെ വർക്ക് ഏതാണ്? അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഹർ ഹർഷചരിത ആ ആണോ? ഹർഷചരിതം. ഓക്കെ. ഹർഷചരിതം എന്ന ഫേമസ് ആയിട്ട് വർക്ക് ബാണഭട്ടന്റെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് കാടംബരി. ഓക്കെ, അപ്പൊ അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. പിന്നെ മിലിൻഡ പാൻഹോ, നാഗസേനയും മെനാൻഡറും തമ്മിലുള്ള ഒരു സംഭാഷണമാണെന്നൊക്കെ നമുക്കറിയാം. മഹാഭാഷ്യ, ദീപവംശ, അശോകവദന, ദിവ്യവദന, ഇതൊക്കെ പ്രധാനപ്പെട്ട വർക്കുകളാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ ആളുകളുടെ വർക്കും കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. ആൻഷ്യൻ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട വർക്ക്സ് ആൻഡ് ദെയർ ഓതേഴ്സ് എന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ ചന്ദ്രഗുപ്ത മൗര്യ, നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഗ്രീക്ക് റൂളേഴ്സ് സോഴ്സസ് അദ്ദേഹത്തിനെ മെൻഷൻ ചെയ്തിരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കോർട്ടിലേക്ക് വന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് സെലൂക്കാസ് നിക്കേറ്റർ. പിന്നെ സെലൂക്കാസ് നിക്കേറ്റർ അദ്ദേഹം അയച്ചിരുന്ന എന്താണ് മെഗസ്തനീസ് എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ. പിന്നെ മോസ്റ്റ് ബുദ്ധിസ്റ്റ് സോഴ്സസ് സേ ഹി വാസ് എ ക്ഷത്രിയ. അദ്ദേഹത്തിന്റെ ഒരു ലീനിയേജിലെ തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അവര് ഗ്രീക്കുകാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് സാൻഡ്രോകോട്ടസ് എന്നാണ്. ഓക്കെ, സാൻഡ്രോകോട്ടസ് ആൻഡ് ചന്ദ്രഗുപ്ത മൗര്യ ആർ ദ സെയിം മാൻ, സെയിം. ഓക്കെ, അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഹി ബിൽറ്റ് എ വാസ്റ്റ് എംപയർ ഇൻക്ലൂഡിംഗ് ബീഹാർ, നേപ്പാൾ, നോർത്ത് വെസ്റ്റ് ഇന്ത്യ, ഡെക്കാനൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടെറിട്ടറി ആയിരുന്നു അദ്ദേഹത്തിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം സെലൂക്കാസ് നിക്കേറ്ററിന്റെ മകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. പകരം ഏകദേശം ഒരു 500ഓളം വരുന്ന എലിഫന്റ്സിന് സെലൂക്കാസ് നിക്കേറ്ററിന് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സെലൂക്കാസ് നിക്കേറ്റർ ഇദ്ദേഹത്തിന്റെ കോർട്ടിലേക്ക് ഒരു മെഗസ്തനീസ് എന്ന വ്യക്തിയെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കണം. പിന്നെ അദ്ദേഹം ഒരു ജൈനിസ്റ്റ് ആയിരുന്നു, സ്ട്രോങ് ആയിട്ടുള്ള ജൈനിസ്റ്റ് വ്യക്തിയായിരുന്നു. അദ്ദേഹം ഭദ്രബാഹുവിന്റെ ഇൻഫ്ലുവൻസിലേക്ക് ജൈനിസത്തിലേക്ക് മാറുകയും പിന്നീട് അദ്ദേഹം അവസാന സമയത്ത് ശ്രാവണബൽഗോളയിൽ, നമ്മൾ ഇന്നത്തെ മൈസൂരിന് അടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് ശ്രാവണബൽഗോള, അവിടെ വെച്ചിട്ട് സല്ലേഖന എന്ന് പറയുന്ന ഒരു ജൈനിസ്റ്റ് റിച്വൽ അദ്ദേഹം കമ്മിറ്റ് ചെയ്യുകയും മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സല്ലേഖന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ക്ലാസ്സിൽ പലപ്പോഴും പറഞ്ഞതാണ്. നമ്മൾ സ്റ്റാർവ് ചെയ്തിട്ട് ഡെത്തിലേക്ക് പോകുന്നു. ഓക്കെ, പെർപ്പസ്ഫുള്ളി നമ്മൾ സ്റ്റാർവ് ചെയ്തിട്ട് മരണത്തിലേക്ക് അടുക്കുന്ന ആ ഒരു രീതിയാണ് സല്ലേഖന എന്ന് പറയുന്നത്. ഒരു ജൈനിസ്റ്റ് റിച്വൽ ആണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള റിച്വലുകളും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നെറ്റിന് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു സിഖ് മാരേജ് സെറമണി. ഞാനിപ്പോ അത് കൃത്യമായിട്ട് ഓർത്തു വെക്കുന്നില്ല. സിഖുകാരുടെ മാരേജ് സെറമണി എന്താണ് എന്ന് ചോദിച്ചിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ പിന്നെ ചാണക്യയെ കുറിച്ച് പറയാതെ ആൻഷ്യൻ ഇന്ത്യയിൽ ഒരു ചോദ്യമില്ല. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. അപ്പൊ അർത്ഥശാസ്ത്രത്തിന്റെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു നെറ്റിൽ എത്ര പ്രകരണാസ് ആണ് അത് ഉള്ളതെന്ന്. അപ്പൊ 15 ബുക്സ് അല്ലെങ്കിൽ 15 പ്രകരണാസ് ആൻഡ് 180 ചാപ്റ്റേഴ്സ് ആണ് അർത്ഥശാസ്ത്ര ഉള്ളതെന്നും, അതായത് 15 ബുക്സും അല്ലെങ്കിൽ 15 ഡിവിഷൻ വോളിയം എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ 180ഓളം ചാപ്റ്ററുകളും അതിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ചാണക്യയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റു പേരുകളാണ് വിഷ്ണുഗുപ്ത അല്ലെങ്കിൽ കൗടില്യ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ പേരാണ്. അദ്ദേഹം ഒരു ടാക്സിലയിൽ നിന്നുള്ള അല്ലെങ്കിൽ തക്ഷശിലയിൽ നിന്നുള്ള ഒരു സ്കോളർ ആണെന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തെ ഈ നമ്മളെ ഇറ്റാലിയൻ റൈറ്റർ ആയിട്ടുള്ള നിക്കോളോ മാക്കവെല്ലിയുമായിട്ട് ഒക്കെ കമ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാക്കവെല്ലിയുടെ ഒരു പ്രധാന ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. ഏതാണ്? അറിയോ? ശ്രമിക്ക്, ഓർമ്മ ഉണ്ടാവും. ഓപ്ഷൻസ് എന്തിന്റെ സർ? ഞാൻ കുറെ ഓപ്ഷൻസ് എനിക്ക് തന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തു. THE, ദ പ്രിൻസ്. ഓർമ്മ ഉണ്ടാവും. ഓ ഇല്ല സർ, അറിയില്ല. ഓക്കെ, അപ്പൊ റിനൈസൻസ് ഒക്കെ ഒന്ന് എടുത്ത് പൊടി തട്ടി. റിനൈസൻസ് ഒന്നും ഇപ്പോ ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് അതൊന്നും തപ്പണ്ട. എന്തായാലും ദ പ്രിൻസ് എന്നൊരു പ്രധാനപ്പെട്ട വർക്ക് അദ്ദേഹം ഈ നമ്മുടെ റിനൈസൻസ് സമയത്തൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹവുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ചാണക്യ എന്ന് പറയുന്നത്. ഓക്കെ,
ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ബിന്ദുസാര. ഓക്കെ, ബിന്ദുസാര അതായത് ഈ ചന്ദ്രഗുപ്ത മൗര്യക്ക് ശേഷം വരുന്ന ഒരു പ്രധാനപ്പെട്ട റൂളറാണ് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ബിന്ദുസാര. ഇത് ബിംബിസാരയുമായിട്ട് ഒരിക്കലും കൺഫ്യൂഷൻ വരുത്തരുത്. ഓക്കെ, അപ്പോ ഇദ്ദേഹത്തെ ഗ്രീക്കുകാർ വിളിച്ചിരുന്നത് അമിത്രോകേറ്റസ് എന്നാണ്. ഓക്കെ, അമിത്രോകേറ്റസ്. മഹാഭാഷ്യ, ഈ മഹാഭാഷ്യ എന്നൊരു വർക്ക് എഴുതിയൊരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന് അറിയോ? മഹാഭാഷ്യ ആരാ എഴുതിയത്? മഹാഭാഷ്യ ഓർക്കോ? വിഷ ആണോ? ഒന്നുകൂടി. അല്ല, മഹാഭാഷ്യ second. ഇല്ല, കിട്ടുന്നില്ല. പദ അറിയാം. പതഞ്ജലി. പതഞ്ജലിയുടെ ഓ, മഹാഭാഷ്യ മഹാഭാഷ്യ. അങ്ങനെയാണ് പറയുന്നത്. ഇതൊക്കെ അറിയാം, പക്ഷെ പെട്ടെന്ന് ചോദിക്കുമ്പോ ഒരു അങ്ങനെ പെട്ടെന്ന് വെച്ചപ്പോ കിട്ടണം. പതഞ്ജലിയുടെ ഓക്കെ. മഹാഭാഷ്യ. അപ്പോ മഹാഭാഷ്യ. അതില് അദ്ദേഹത്തെ വർക്ക് മെൻഷൻ ചെയ്തിരിക്കുന്നത് അമിത്രഘാട്ട് എന്നാണ്. അമിത്രഘാട്ട്, അമിത്രോകേറ്റസ്, ബിന്ദുസാര, ഇത് മൂന്നും ഒരു വ്യക്തിയാണ്. യാ ഇദ്ദേഹത്തിന്റെ കോർട്ടിലേക്ക് വന്ന ഒരു ഗ്രീക്ക് അംബാസഡർ ആണ് ഡെയ്മച്ചൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെയ്മച്ചൂസ് എന്നൊക്കെ പറയാം. ഡെയ്മച്ചൂസിനെ ആരെ കോർട്ടിലേക്കാണ് വന്നതെന്ന് വെച്ചാൽ ബിന്ദുസാരയുടെ കോർട്ടിലേക്കാണ്. ഓക്കെ, ഈ ബിന്ദുസാരയുടെ സണ്ണാണ് അശോക എന്ന് പറയുന്നത്. അശോക ചക്രവർത്തിയായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ഗവർണർ ഓഫ് ഉജ്ജയിൻ ആണ്. അത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക, ഗവർണർ ഓഫ് ഉജ്ജയിൻ. ഇപ്പൊ ദിവ്യവദന സേസ് ഹി അപ്പോയിന്റഡ് സുസിമ ആസ് ദ വൈസ്രോയി ഓഫ് ടാക്സില. ഓക്കെ, അപ്പോ ഉജ്ജയിന്റെയും പല സോഴ്സുകളിലും ഉജ്ജയിന്റെയും ടാക്സിലയുടെയും വൈസ്രോയി ആയിട്ട് അശോകയെ മെൻഷൻ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഓക്കെ, ഉജ്ജയിൻ ആൻഡ് ടാക്സില ഫൈൻ. ഇനി ഉജ്ജയിൻ മാത്രമാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്ത് പോവുക. ഓക്കെ, Greek sources mention his diplomatic relation with Western kings, believed to have joined Ajivika sect. Bindusara expanded the Mauryan Empire southward with Chanakya as his advisor. അപ്പോ ഈ ബിന്ദുസാര ഒരു അജീവിക സെക്ടിന്റെ ബിലീവർ ആണെന്നാണ് പല വർക്കുകളിലും പറയുന്നത്. ഓക്കെ, യെസ്. പിന്നെ വരുന്നത് നമ്മുടെ അശോക ചക്രവർത്തി. ഓക്കെ, അപ്പോ ബിന്ദുസാരയുടെ മരണത്തിന് ശേഷം അശോക അധികാരത്തിലേക്ക് വരികയാണ്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു മെൻഷൻ ചെയ്തിരിക്കുന്ന ഏകദേശം അദ്ദേഹം 99ഓളം വരുന്ന ബ്രദേഴ്സിനെ കൊന്നിട്ടാണ് അധികാരത്തിൽ ഏറിയിരിക്കുന്നു എന്നാണ്. ഓക്കെ, he was appointed as the viceroy of Taxila and Ujjain. ഉജ്ജയിന്റെയും ടാക്സിലയുടെയും വൈസ്രോയി ആയിരുന്നു അദ്ദേഹം. According to the Buddhist text Ashokavadana, Ashoka's mother was a daughter of Brahmana of Chamba named Subhadrangi. അദ്ദേഹത്തിന്റെ മദറിന്റെ പേര് സുഭദ്രാംഗി എന്നായിരുന്നു എന്നാണ് പല വർക്കുകളിലും മെൻഷൻ ചെയ്തിരുന്നത്. ഓക്കെ, ബുദ്ധിസ്റ്റ് ഈ അശോകയുടെ ഒരു ക്യൂൻ ആയിരുന്നു കരുവാക്കി എന്ന് പറയുന്നത്. ഈ കരുവാക്കിയാണ് ദ ഓൺലി ക്യൂൻ മെൻഷൻഡ് ഇൻ ദ ക്യൂൻസ് ഈഡിക്ട്, അല്ലെങ്കിൽ അലഹബാദ് പില്ലർ ഈഡിക്ട്. സമുദ്രഗുപ്തയുടെ അലഹബാദ് പില്ലർ ഈഡിക്റ്റിൽ തന്നെ അശോകയുടെ ഒരു വർക്കും കൂടി ഉണ്ട്. ആ അലഹബാദ് പില്ലർ ഈഡിക്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരേ ഒരു അശോകയുടെ വൈഫാണ് കരുവാക്കി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കരുവാക്കിയുടെ കൂടെ തന്നെ മെൻഷൻ ചെയ്തിരുന്ന അശോകയുടെ ഒരേ ഒരു സണ്ണാണ് തിവാര. ഒരേ ഒരു സൺ ഇൻ ദ മീൻസ് ആ ഈഡിക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരേ ഒരു സൺ തിവാരയും ഒരേ ഒരു ക്യൂൻ കരുവാക്കിയാണ്. അദ്ദേഹത്തിന് മറ്റു വൈഫും കുട്ടികളൊക്കെ ഉണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റ് വൈഫുകളായിരുന്നു വിദിഷ മഹാദേവി, പത്മാവതി, അസന്തമിത്ര ആൻഡ് തിഷ്യരക്ഷ. ഓക്കെ, അപ്പൊ അസന്തമിത്ര, പത്മാവതി, വിദിഷ മഹാദേവി, കരുവാക്കി. അപ്പൊ ഹിസ് ഹെലനിസ്റ്റിക് കണ്ടംപററീസ് വേൽ അദ്ദേഹത്തിന്റെ ഒരു വർക്ക് ഈഡിക്റ്റില്, അദ്ദേഹത്തിന്റെ 14 മേജർ റോക്ക് ഈഡിക്റ്റ് ഉണ്ട്. അതിൽ റോക്ക് ഈഡിക്റ്റിൽ അദ്ദേഹം മെൻഷൻ ചെയ്തിരിക്കുന്നു കുറച്ച് ഹെലനിസ്റ്റിക് കിങ്സുകൾ ഉണ്ട്. അവരാണ് ആന്റിയോക്കസ് സെക്കൻഡ് ഓഫ് സിറിയ, ടോളമി ഓഫ് ഈജിപ്റ്റ്, ആന്റിഗോണസ് ഓഫ് മാസിഡോണിയ, മഗാസസ് ഓഫ് സൈറേന, അലക്സാണ്ടർ ഓഫ് എപ്പിറസ്. ഇവരൊക്കെ അദ്ദേഹം മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ ഇത് ഈ പേരുകൾ കൃത്യമായിട്ട് പഠിക്കുക. അത് പലപ്പോഴും കൺഫ്യൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അശോകയുടെ റോക്ക് ഈഡിക്റ്റില് ഐ തിങ്ക് ഈ സെക്കൻഡ് റോക്ക് എഡിക്റ്റ് ആണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ആ റോക്ക് എഡിക്റ്റിൽ മെൻഷൻ ചെയ്തിരുന്ന ഗ്രീക്ക് കിങ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിൽ പെടാത്തത് ആരൊക്കെയാണെന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോ സബീഹ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഈ ഓർഗനൈസ്ഡ് തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ. ഓക്കെ, തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ പാടലിപുത്രയിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ആരായിരുന്നു? അത് അശോകനായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അശോക വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കിങ് ഓഫ് ഓൾ ടൈം ആൻഡ് ഈസ് റിഗാർഡഡ് ആസ് ദ ഫസ്റ്റ് റൂളർ ടു മെയിൻറ്റെയിൻ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ഹിസ് പീപ്പിൾ ത്രൂ ഹിസ് ഇൻസ്ക്രിപ്ഷൻ. അത് ഒരുപാട് ഇൻസ്ക്രിപ്ഷൻ ഒക്കെ എഴുതിയിരുന്നു നമുക്കറിയാം അല്ലെ. ദ അതർ നെയിംസ് ഓഫ് ദ എംപറർ ഇൻക്ലൂഡ് ബുദ്ധശാക്യ, ധർമ്മശോക, ദേവനാംപിയ, പിയദാശി,
അപ്പോൾ ഈ പേരുകളൊക്കെ ആരുടേതായിരുന്നു എന്ന് ജസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അത് അശോകന്റെയാണ്. ഓക്കെ, അപ്പൊ അശോക സ്വീകരിച്ചിരുന്ന അടുത്ത ടൈറ്റിൽസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഈ ബുദ്ധശാഖ്യ എന്നൊരിക്കലും നമുക്ക് ലോജിക്ക് വെച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ബുദ്ധശാഖ്യ, ധർമ്മശോക, ദേവനാപിയ, പിയദാസി. ഓക്കെ, ഇതൊക്കെ അശോകയുടെ പേരുകളാണ്. ഹി വാസ് എ ഗ്രേറ്റ് പ്രൊപ്പോണന്റ് ഓഫ് ബുദ്ധിസം. നമുക്കറിയാം അദ്ദേഹം ബുദ്ധിസത്തിന്റെ ഒരു ഭയങ്കര സപ്പോർട്ടറും പ്രൊപ്പോണന്റും ഒക്കെ ആയിരുന്നു. ഓക്കെ, അക്കോർഡിംഗ് ടു ദിവ്യവദന, സമുദ്ര കൺവേർട്ടഡ് ഹിം. ജസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, അദ്ദേഹത്തിന്റെ മക്കളായിട്ടുള്ള മഹേന്ദ്രയും സംഘമിത്രയൊക്കെ സിലോണിലേക്ക് അല്ലെങ്കിൽ ശ്രീലങ്കയിലേക്ക് മത പ്രബോധനത്തിനായിട്ട് അയച്ചിട്ടുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പിന്നെ അപ്പോയിന്റഡ് ധർമ്മ മഹാമാതാസ്. ഓക്കെ, ധർമ്മ മഹാമാതാസ് അതായത് ധർമ്മ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഒരു മിനിസ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ധർമ്മ മഹാമാതാസ്. ഓക്കെ, ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് സെക്കൻഡ് ധർമ്മയാത്ര ടൂർ ഹി വിസിറ്റഡ് ലുംബിനി. അദ്ദേഹം ലുംബിനി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അനിമൽ സാക്രിഫൈസും അതുപോലെ തന്നെ സ്ലോട്ടർ ഓഫ് അനിമൽ ഫോർ ഫുഡൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. അശോക കൺവേർട്ടഡ് ടു ബുദ്ധിസം ആസ് എ റിസൾട്ട് ഓഫ് ദ കലിംഗ വാർ. നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെ. പിന്നെ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഒരു വാസ്റ്റ് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ്. ബ്യൂറോക്രാറ്റിക് റൂൾ ആയിരുന്നു. അതായത് അവിടുത്തെ ഒഫീഷ്യൽസ് ആയിരുന്നു ഭരണകാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. മൗര്യ കിങ് എസ്പെഷ്യലി അശോക ക്ലെയിംഡ് പെറ്റേണൽ ഡെസ്പോട്ടിസം. ഓക്കെ, ഈ പെറ്റേണൽ ഡെസ്പോട്ടിസിന്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് അറിയാം? കൺസെപ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും അധികം ചോദിച്ച് കണ്ടിട്ടില്ല. മെയിനായിട്ട് ഫാക്ച്വൽ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടില്ലെങ്കിലും ഇതൊന്നും അറിഞ്ഞിരിക്കുക. സെബിയൊക്കെ എന്താണ് ഈ പെറ്റേണൽ ഡെസ്പോട്ടിസം എന്നുകൊണ്ട് ഉദ്ദേശം മനസ്സിലായോ? ഈ ഫാദർ എന്താ പറയാ, കിങ് കഴിഞ്ഞിട്ട് ഓരോരോ മകൻ അങ്ങനെ അതാണോ? അതല്ല, ഏകദേശം. അതായത് രാജാവ് അവിടുത്തെ പ്രജകളെയൊക്കെ കണക്കാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വന്തം മക്കളായിട്ടാണ്. അതായത് ഇവരുടെയൊക്കെ അച്ഛനാണ് ഞാൻ. അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കണം. ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ഒരു അച്ഛന്റെ സ്നേഹം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ് ഈ പെറ്റേണൽ ഡെസ്പോട്ടിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ റോക്കി എഡിക്റ്റിൽ അദ്ദേഹം ഒരു ക്ലെയിം ചെയ്യുന്നുണ്ട്. എന്ത്, നിങ്ങൾ എല്ലാവരും എന്റെ മക്കളാണ് എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നതൊക്കെ ഉണ്ട്. അതിനെയാണ് നമ്മളൊരു പെറ്റേണൽ ഡെസ്പോട്ടിസം. അതായത് അദ്ദേഹം ഭയങ്കര ഡെസ്പോട്ടിക് ആയിട്ടുള്ള ഒരു റൂള് ആണ് ചെയ്യുന്നത്. അതിന് അദ്ദേഹം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് ഞാൻ നിങ്ങളുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പെറ്റേണൽ, ഞാനൊരു അച്ഛന്റെ ഫിഗർ ആണെന്നൊക്കെ പറയുന്ന ഒരു സംഭവം. ഓക്കെ, മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പെട്രോൾ ഡെസ്പോട്ടിസം ഒക്കെ അടിച്ച ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അശോക അർത്ഥശാസ്ത്രയില് അദ്ദേഹം ഒരു സപ്താംഗ രാജ്യ എന്നൊക്കെ പറയുന്ന സംഭവം കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് വിശ്വസിക്കുന്നത്. മൗര്യ എംപയർ വാസ് ഡിവൈഡഡ് ഇൻറ്റു 4 പ്രൊവിൻസുകളാണ് മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നത്. ഓക്കെ, പിന്നെ മൗര്യൻ എക്കോണമി നിങ്ങൾക്ക് അഗ്രികൾച്ചർ വാസ് ദ എക്കോണമീസ് ബാക്ക് ബോൺ ഡ്യൂറിംഗ് ദ മൗര്യാസ് ആൻഡ് അഗ്രികൾച്ചർ ടാക്സസ് വെർ പ്രൈമറി സോഴ്സ് ഓഫ് റവന്യൂ. ഫാർമേഴ്സ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദ സീത അധ്യക്ഷ. ഓക്കെ, അപ്പൊ ഫാർമേഴ്സിനെ കൺട്രോൾ ചെയ്തിരുന്ന ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിനെ പറയുന്നതാണ് സീതാധ്യക്ഷ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ടാക്സസ് ആയിരുന്നു ബലി, ബാഗ, ശുൽക്ക, കാര. ഓക്കെ, ബലി, ബാഗ, ശുൽക്ക, കാര ഒക്കെയാണ് പ്രധാനപ്പെട്ട ടാക്സുകൾ. The only Ashokan inscription that specifically mention about taxes is റുംനി ദേയി ഇൻസ്ക്രിപ്ഷൻ. അപ്പൊ റുംനി ദേയി ഇൻസ്ക്രിപ്ഷനിലാണ് ടാക്സിനെ കുറിച്ച് അശോക കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആസ് എ കൺസെഷൻ ടു ദ ഇൻഹാബിറ്റൻസ് ഓഫ് ബുദ്ധാസ് ബർത്ത് പ്ലേസ്, അശോക ക്ലെയിംസ് ടു ഹാവ് ഡിക്രീസ്ഡ് ദ amount ഓഫ് ബാഗ ടു 1/8. ഓക്കെ, ബാഗ എത്രയായിരുന്നു എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? 1/6 of the 1/6 ആണ് അല്ലെ. അപ്പൊ ഈ റുംനിദേയി ഇൻസ്ക്രിപ്ഷനിൽ അദ്ദേഹം പറയുന്നുണ്ട് ബുദ്ധന്റെ ബർത്ത് പ്ലേസ് ആയത് കാരണം ഇന്ന സ്ഥലത്തിന് ഈ 1/6 എന്നുള്ളത് കണക്കാക്കൂല, പകരം 1/8. ഓക്കെ, അത്ര മാത്രമേ, അതായത് ടാക്സ് കുറച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബുദ്ധയുടെ ബർത്ത് പ്ലേസ് ഏതാണ്? ലുംബിനി. ഓക്കെ, അപ്പൊ ലുംബിനിയിൽ എന്താണ് 1/6 കൊടുക്കണ്ട, 1/8 കൊടുത്താൽ മതി എന്നാണ് ഈ റുംനിദേയി ഇൻസ്ക്രിപ്ഷനിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ പ്രധാനപ്പെട്ട കറൻസിയും കാര്യങ്ങളൊക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. കാര്യമായിട്ടൊന്നും അതിൽ പറയണ്ട. പിന്നെ അശോകന്റെ ഈഡിക്റ്റുകൾ. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് അറിയാം എന്നാണ് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞതാണ്. അശോകന്റെ ഒരുപാട് എഡിക്ട്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് 14 മേജർ റോക്ക് എഡിക്റ്റ്. ഓക്കെ, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ അതിൽ പറയുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് സംഭവങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് റോക്ക് എഡിക്റ്റിൽ ഈ അനിമൽ സാക്രിഫൈസ് വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്.
ഈ സെക്കൻഡ് ഈഡിക്റ്റിൽ വെൽഫെയർ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ് കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. തേർഡ് റോക്ക് ഈഡിക്റ്റിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീഷ്യൽസിനെ കുറിച്ചിട്ടാണ്. അതായത് പ്രദേശികാസ്, രാജുകാസ്, യുക്താസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ പറയുന്ന മാതിരിക്കല്ല, നിങ്ങൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമ്മൾ ക്ലാസ്സിൽ നോട്ട് തന്നപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. ഇപ്പൊ തേർഡ് റോക്ക് ഈഡിക്റ്റിൽ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽസിനെ കുറിച്ച് പറയുന്നു. ഫോർത്ത് റോക്ക് ഈഡിക്റ്റിലാണ് അദ്ദേഹം എന്ത് പറയുന്നത്, ഈ ബേരി ഘോഷത്തിൽ നിന്നും ധമ്മഘോഷത്തിലേക്ക് പോകുന്നത്. ഓക്കെ, ആ സംഭവത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഫോർത്ത് റോക്ക് ഈഡിക്റ്റിലാണ്. ഫിഫ്ത്ത് റോക്ക് ഈഡിക്റ്റിൽ ധമ്മ മഹാമാതാസിനെ കുറിച്ച് പറയുന്നു. സിക്സ്ത് റോക്ക് ഈഡിക്റ്റിൽ പറയുന്നത് മന്ത്രി പരിഷത്തിനും ഓഫീസേഴ്സിനെ കുറിച്ചിട്ടൊക്കെയാണ്. സെവൻത്തിൽ അദ്ദേഹം പറയുന്നത് റിലീജിയസ് ടോളറൻസിനെ കുറിച്ചിട്ടാണ്. അതെ, ആ സെവൻത് റോക്ക് ഈഡിക്റ്റിൽ തന്നെയാണ് അദ്ദേഹം ഈ ആന്റിയോക്കസ് ഓഫ് നോർത്ത്, ചോളാസ്, പാണ്ഡ്യാസിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുന്നത്. 13 റോക്ക് ഈഡിക്റ്റിലാണ് അദ്ദേഹം കലിംഗ വാറിനെ കുറിച്ചിട്ടും പറയുന്നത്. ഓക്കെ. 14 റോക്ക് ഈഡിക്റ്റിൽ അദ്ദേഹം പറയുന്നത് എന്തിനാണ് ഇതിന്റെ പർപ്പസ്, ഈ റോക്ക് ഈഡിക്റ്റുകളെ കുറിച്ചിട്ടും ദമ്മയുടെ ഒക്കെ പർപ്പസിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഈ 14th റോക്ക് ഈഡിക്റ്റിലാണെന്നും ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ. പിന്നെ മൗര്യാസിന്റെ ഡിക്ലൈനും കാര്യങ്ങളൊക്കെ ആണ് പറയാനുള്ളത്. അതിനത്ര സംഭവമല്ല എങ്കിലും ജസ്റ്റ് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ. പിന്നെ ഓക്കെ, ദ പോസ്റ്റ് മൗര്യൻ പീരിയഡ്. ഓക്കെ, പോസ്റ്റ് മൗര്യൻ പീരീഡിൽ ഒരുപാട് റൂളേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ. ശുങ്കാസ്, കൺവാസും വരുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് ശാതവാഹനാസും അങ്ങനത്തെ ഒരുപാട് റൂളേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം. ദ പോസ്റ്റ് മൗര്യൻ പീരിയഡ് വിച്ച് ലാസ്റ്റഡ് ഫ്രം അപ്രോക്സിമേറ്റ്ലി 200 BC to 300 AD saw the rise of many dynasties in India, including Shunga dynasty founded by Pushyamitra Shunga. പിന്നെ ശുങ്ക സപ്പോർട്ടഡ് ബ്രാഹ്മണിക്കൽ ട്രഡീഷൻ. ഓക്കെ, അപ്പൊ ഈ ശുങ്കാസിന്റെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ അശോകന്റെ പോളിസികളാണ്. അശോകം ബ്രാഹ്മണിക്കൽ ഈ ഒരു സുപ്പീരിയോറിറ്റിയെ ഭയങ്കരമായിട്ട് താറടിച്ച രീതിയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രവൃത്തികളൊക്കെ ഉണ്ടായിരുന്നത് ഈ ബ്രാഹ്മണിക്കൽ സുപ്പീരിയോറിറ്റി എടുത്തു കളയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ബുദ്ധിസത്തിനെ സപ്പോർട്ട് ചെയ്തതും ബുദ്ധിസം കൂടുതൽ പ്രൊമോട്ട് ചെയ്തതൊക്കെ. അപ്പൊ ഇതിൽ മനം നൊന്നിട്ടില്ല, അല്ലെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ദേഷ്യപ്പെട്ടതായിട്ടുള്ള ബ്രാഹ്മിൻസ് എല്ലാം കൂടിയാണ് ഈ ശുങ്ക ഡൈനാസ്റ്റി പുഷ്യമിത്ര ശുങ്കയുടെ അണ്ടറിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഈ ശുങ്ക ഡൈനാസ്റ്റി ബ്രാഹ്മണിക്കൽ ട്രഡീഷണൽ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ഡൈനാസ്റ്റി ആണെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോസ്റ്റ് മൗര്യ സോഴ്സസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഗാർഗി സംഹിത, ദിവ്യവദന, മാളവികാഗ്നിമിത്രം ഓഫ് കാളിദാസ, മഹാഭാഷ്യ ഓഫ് പതഞ്ജലി, ഹർഷരിത ഓഫ് ബാണപ്പെട്ട, ധനദേവ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഇതിൽ പറയാനുള്ളത്. ഷെബിയൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ സർ. ഓക്കെ. അല്ല, ശതവാനാസ് ഇവരെ കണ്ടംപററി അല്ലേ നമ്മുടെ മൗര്യന്റെ? ഈ മൗര്യസിന്റെ കണ്ടംപററീസ് ആയിരുന്നു ശാതവാഹനാസ്. ഞാൻ നേരത്തെ പറഞ്ഞത് അവരുടെ ശേഷം വന്നാണെന്ന് അല്ലെ. അതെ. ഓക്കെ. അവരും ഈ സംസ്കൃതത്തിന്റെ ഇതന്നല്ലേ നോക്കിനെ? അവരും ഈ ഒരു ബ്രാഹ്മിണിക്കൽ ഒരു സംഭവം ആയിരുന്നു അല്ലെ. ഓരോ ഒഫീഷ്യൽ ലാംഗ്വേജ് ഒക്കെ സംസ്കൃത് ആയിട്ട് പറഞ്ഞു തോന്നുന്നു. അതന്നെ. ഓക്കെ. നോക്കട്ടെ, കുറച്ചുകൂടി പറയാനുണ്ട്. നമ്മൾ ശുങ്ക ഡൈനാസ്റ്റി സ്ഥാപിച്ചത് പുഷ്യമിത്ര ശുങ്കയാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഫോളോവർ ഓഫ് ബ്രാഹ്മണിസം ആണ്. സം അക്കൗണ്ട് പോർട്രേ ഹിം ആസ് ദ പെർസിക്യൂട്ടേഴ്സ് ഓഫ് ബുദ്ധിസം. ഓക്കെ, ഇപ്പൊ ബുദ്ധിസത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്തൂപാസിനെ നശിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ പുഷ്യമിത്ര ശുങ്കയുടെ പ്രവർത്തനങ്ങൾ എന്നാണ് പല സോഴ്സുകളും മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഡ്യൂറിംഗ് ഹിസ് റെയിൻ ദ സ്തൂബാസ് അറ്റ് സാഞ്ചി ആൻഡ് ബാർഹട്ട് വാസ് റിനോവേറ്റഡ്. അതേ സമയം തന്നെ അദ്ദേഹം ഈ സ്തൂബാസിനെയും സാഞ്ചിയിലുള്ള മറ്റ് സംഭവങ്ങളെ കുറിച്ചും പ്രൊമോട്ട് ചെയ്തിരുന്നു എന്നും പറയുന്നുണ്ട്. ഓക്കെ. ഹി ബിൽറ്റ് ദ സ്കൾപ്ചർ സ്റ്റോൺ ഗേറ്റ് വേ അറ്റ് സാഞ്ചി. അദ്ദേഹത്തിന്റെ സമയത്താണ് സാഞ്ചിയിലുള്ള ഗേറ്റ് വേസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിരുന്നു എന്നും പറയുന്നുണ്ട്. അദ്ദേഹം വേദിക് സാക്രിഫൈസുകളായിട്ടുള്ള അശ്വമേധയും രാജസൂയ, വാജ്പേയി ഒക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ പാറ്റർണൈസർ പതഞ്ജലി അദ്ദേഹം പാറ്റർണൈസ് ചെയ്തിട്ടുണ്ട്. പതഞ്ജലിയുടെ ഒരു വർക്ക് ഏതായിരുന്നു സബിഹ? മഹാഭാഷ്യ. ഈ ശുങ്കക്ക് ശേഷം പുഷ്യമിത്ര ശുങ്കക്ക് വരുന്ന ശേഷം വന്ന റൂളറാണ് അഗ്നിമിത്ര. ഓക്കെ, അപ്പൊ പുഷ്യമിത്രയുടെ സണ്ണായിരുന്നു അഗ്നിമിത്ര എന്ന് പറയുന്നത്. അദ്ദേഹം കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അത് ലീവ് ഇറ്റ്. ഓക്കെ, അപ്പൊ അദ്ദേഹം വിദിഷയുടെ വൈസ്രോയി ആയിരുന്നു. ഓക്കെ, വിദിഷയുടെ വൈസ്രോയി ആയിരുന്നു അദ്ദേഹം. അഗ്നിമിത്ര ഈസ് ദ ഹീറോ ഓഫ് മാളവികാഗ്നിമിത്രം. ഓക്കെ, മാളവികാഗ്നിമിത്രം എഴുതിയത് ആരായിരുന്നു എന്നാ പറഞ്ഞത്?
കാളിദാസൻ. കാളിദാസ. അതിലെ ആ ഒരു സംഭവത്തിലെ പ്രധാനപ്പെട്ട ഒരു ഹീറോ ആയിരുന്നു അഗ്നിമിത്ര എന്ന് പറയുന്ന ഈ റൂളർ. ഓക്കെ, അപ്പൊ ചോദ്യം നമുക്ക് വരാം, കാളിദാസന്റെ മാളവിക അഗ്നിമിത്രത്തിലുള്ള പ്രൊട്ടാഗനിസ്റ്റ് ആരാണ്? ഓക്കെ, അപ്പൊ അത് അഗ്നിമിത്രയാണ്. ഇറ്റ് വാസ് മെൻഷൻഡ് ഇൻ മാളവിക അഗ്നിമിത്രം that war broke out between Shungas and the ruler of Vidarbha, Yajnasena, in which Shungas won. Okay. പിന്നെ his son Vasumitra succeeded him as the king. By this time, Vidarbha broke away from the empire. ശുംഗ ഡൈനാസ്റ്റിന്റെ സമയത്ത് ഉണ്ടായിരുന്ന മറ്റൊരു ഡൈനാസ്റ്റിയാണ്, അല്ലെങ്കിൽ അതിന് ശേഷം വന്ന ഡൈനാസ്റ്റിയാണ് കണ്വ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഫൗണ്ടഡ് ബൈ വസുദേവ കണ്വ. അദ്ദേഹം ഈ ബ്രാഹ്മണിക സംഭവത്തിൽ ബിലീവ് ചെയ്തിരുന്ന വ്യക്തിയാണ്. വസുദേവ ടുക്ക് അഡ്വാൻറ്റേജ് ഓഫ് വീക്ക്നെസ് ഓഫ് ദ ശുംഗ ഡൈനാസ്റ്റി. അതായത് ലാസ്റ്റ് ശുംഗ ഡൈനാസ്റ്റി റൂളറാണ് ദേവഭൂതി എന്ന് പറയുന്നത്. അയാളെ പരാജയപ്പെടുത്തിയിട്ടാണ് വസുദേവ അധികാരത്തിൽ വരുന്നത്. അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നതും പാടലിപുത്ര ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ ഈ സമയത്ത് ഈ മൗര്യ ഡൈനാസ്റ്റിയുടെ തകർച്ചയ്ക്ക് ശേഷം നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കുറച്ച് ചെറിയ ചെറിയ ഡൈനാസ്റ്റികൾ ഉണ്ട്. ഈ പാർത്യൻസ്, ഇൻഡോ ഗ്രീക്സ്, കുഷാനാസ്, ഈ സംഭവങ്ങളൊക്കെ. അപ്പൊ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ജസ്റ്റ് പറയാനുള്ളത്. ഞാൻ ഒരു മിനിറ്റ് റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടേ. ഓക്കെ സർ.